ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാനോ ഗെയിം. ഇന്നത്തെ വീഡിയോയിൽ OG 2011 ഡ്രീം ലീഗ് സോക്കറിൻ്റെ വെർഷൻ്റെ ഗെയിം പ്ലേ ആണുള്ളത്. അപ്പോൾ എല്ലാവരും 2011 ഈ സമയത്ത് കൂടെ എല്ലാവരും കളിച്ചിട്ടുള്ള ഒരു ഡ്രീം ലീഗ് സോക്കർ വെർഷനാണ്. ആ സമയത്ത് വളരെ പോപ്പുലറും ലെജൻഡ് കഴിഞ്ഞ ആ വെർഷൻ്റെ ഗെയിം പ്ലേ ആണ് നമ്മൾ ഇന്ന് എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയുള്ള ഇതേപോലത്തെ വീഡിയോകൾക്കുമായി ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗായ്സ്, നമ്മളുടെ ഗെയിം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗെയിം എല്ലാവരും 2011 ആ സമയത്ത് എല്ലാവരും കളിച്ചിട്ടുള്ളതാണ്. ഡ്രീം ലീഗ് സോക്കർ 2011 വെർഷൻ. സോ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചത്. എൻ്റെ ടീമിൻ്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് ഇതാ മെസ്സി, സുവാറസ്, റൊണാൾഡോ, ഇബ്രാഹിമോക്ക്, അങ്ങനെ പല പ്ലേയേഴ്സ്. ഞാൻ കുറച്ച് കാലമായിട്ട് കളിക്കണമായിരുന്നു. കമ്പനി, അങ്ങനെ എല്ലാ ടോപ്പ് പ്ലേയേഴ്സിൻ്റെ എവിടെസ്കി, കുറേ പ്ലേയേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കളിക്കണുണ്ട്. അത് കാരണം കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 3-4 മാസമായിട്ട് കളിക്കണ കാരണം കുറേ പ്ലേയേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. മെസ്സി അതൊക്കെ ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്താണ്. മെസ്സി ഇതാ, പിന്നെ ക്യാപ്റ്റൻ ആരാതാ, പിന്നെ കമ്പനി, പല പ്ലേയേഴ്സും എൻ്റെ കയ്യിൽ ഞാൻ കുറേ കാലമായിട്ട് കളിക്കണ കാരണമുണ്ട്. ഇനിയും കുറേ പ്ലേയേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കണമെന്നുണ്ട്. അല്ല, കോയിന് കുറച്ച് ഉള്ളത് കാരണമാണ്. കോയിൻ കുറച്ച് കളിച്ചിട്ട് പല പ്ലേയേഴ്സിന് അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ മേടിക്കണമുണ്ട്. ഈ പഴയ പ്ലേയേഴ്സും ഉണ്ട്, OG പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല പ്ലേയേഴ്സിനെ മേടിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ എന്താ, നമുക്ക് പ്ലേയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതാ ഒക്കെ ഉണ്ട്. പഴയ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. പിന്നെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ആരൊക്കെ കറക്റ്റായിട്ട് അറിയാം. കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. സിഡാന്, അങ്ങനെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. അതും ഉണ്ട്. പിന്നെ അതാ കുറേ ഉണ്ടില്ലേ ഇപ്പോൾ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. പിന്നെ പഴയ ജനറേഷനിലെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. 90 ആൽവസ്, അങ്ങനെ 90s പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. ഇനിയും കുറേ പ്ലേയേഴ്സുള്ള സാധാ ഗെയിമിൽ നിന്ന് വ്യത്യാസമുള്ളത് ഈ പഴയ പ്ലേയേഴ്സും ഉണ്ട്. പിന്നെ ആ ജനറേഷനിൽ കളിച്ചുള്ള, അതിൻ്റെ മുമ്പ് ജനറേഷനിൽ കളിച്ചുള്ള എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. ആണിത് കുറേ ഉള്ളതാണ്. ഗോൾ കീപ്പേഴ്സ് മേയർ, അങ്ങനെ ഗോൾ കീപ്പേഴ്സ്, പഴയ ലെജൻഡ് ഗോൾ കീപ്പേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. സ്ട്രൈക്കർ റൊണാൾഡീനോ ഒക്കെ ഉണ്ട്. പെപ്പെ, മുല്ലർ, പിന്നെ അതിൻ്റെ നമുക്ക് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ സ്ട്രാറ്റജി ഫീച്ചർ അതിൻ്റെ ഫീച്ചർ ഡിവിഷൻ 1 ഞാൻ കളിക്കുന്നത്. അടുത്ത ഡിവിഷനിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ പിന്നെ ഞാൻ വേണ്ട വെച്ച് ഡിവിഷൻ 4 ഡിവിഷൻ്റെ സ്റ്റാറ്റിക്സ് ഒക്കെ അപ്പിയറൻസ് ഒക്കെ സ്റ്റാറ്റിക്സ് ഇതാണ്. ഗോൾസ് ഡിവിഷൻ 1 സ്റ്റാറ്റിക്സ്, അപ്പിയറൻസ്, ഗോൾസ് എത്രയെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇനി സുവാറസ് 4 ഗോൾ അടിച്ചു, റൊണാൾഡോ 5 ഗോൾ. പിന്നെ ഗ്ലോബൽ ചലഞ്ച് കപ്പ്, അതിൻ്റെ സ്റ്റാറ്റസ്, ഗ്ലോബൽ ടൂർണമെൻറ്റ് ഇത് റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ സുവാറസ് സെക്കൻഡാണ്. ആക്കണത് ഞാൻ ഇത് ഡിവിഷൻ 1 പുതിയ സീസൺ തുടങ്ങിയിട്ട് അധികം കളിച്ചിട്ടില്ല. ഇത് നമുക്ക് സ്റ്റേഡിയം, സീസൺ, ഒബ്ജക്റ്റീവ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ടോട്ടൽ ഞാൻ എത്ര കംപ്ലീറ്റഡ് മാച്ച് കളിച്ച് 106 വിജയമുണ്ട്. ഡ്രോ 2 ലോസ് 1 പിന്നെ ഗോൾ സ്കോറഡ് 513. പിന്നെ ക്ലീൻ ഷീറ്റ് 52. ഗോൾ കൺസീഡഡ് 69. പിന്നെ എന്താ റൊണാൾഡോ മോസ്റ്റ് IS സിംഗിൾ റൊണാൾഡോ 6. പിന്നെ മോസ്റ്റ് കൺസിക്യൂട്ടീവ് വിൻസ്
52, 56. പിന്നെ മോസ്റ്റ് കൺസിഡേറ്റീവ് ഡിഫീറ്റ് 2, ഫോം കുറേ വിന്നുണ്ട്. പിന്നെ അടുത്ത ബെസ്റ്റ് പൊസിഷൻ, അതന്നെ ബെസ്റ്റ് പൊസിഷൻ ഡിവിഷൻ 1 ഫസ്റ്റ്, ഒക്കത്തിനും ഫസ്റ്റ് തന്നെ. പലതിലും ടൈറ്റിൽസ് ഓടെ CC അത് ഫ്രണ്ട്ലീസ് 5. പിന്നെ നെയിം കിങ് FC ആണ് എൻ്റെ ടീമിൻ്റെ പേര്, ലോഗ്. പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സ്കോഡിൻ്റെ ഇത് ചേഞ്ച് ചെയ്യുക, കിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അച്ചീവ് പ്രൊഫൈല് അച്ചീവ്. ഇനി നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. സ്കിപ്പ് ചെയ്താക്കാം. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു കുറച്ച് ദിവസമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 3-4 ദിവസമായിട്ട് കളിച്ച, ഒരു 2-3 ആഴ്ചയായിട്ട് കളിച്ച് ചെയ്യാം. അതിപ്പോൾ എന്താണ് മോറാ ഇബ്രാഹിമോ, റൊണാൾഡോക്ക്, മെസ്സി, റൊണാൾഡോ ടിക്കിറ്റാക്കി. ഞാൻ എപ്പോഴും വെറുതെ കളിക്കാൻ നോക്കും. എനിക്ക് വേറെ രീതിയിലും ഗോൾ അടിക്കാം, പക്ഷേ ടിക്കിറ്റാക്കി കളിക്കുമ്പോഴാണ് നല്ല രസം. ഇബ്രാഹിമോവിക്, അയ്യോ ഗോൾ എന്താണ് ചെയ്തപ്പോൾ ഗോൾ അടിച്ചില്ല. അത് ഗോൾ കീപ്പറെ തട്ടിടാൻ പറ്റുമോ നോക്കട്ടെ. അതെന്താണ് ശിവൻ ഗോളടിക്കും. എന്താണ് ക്ലിയർ ചെയ്യാനെന്നെ വെച്ചിട്ട് കേട്ടാ. മെസ്സി എത്തിയേ ഓവേർഡ്, എന്താ അവൻ്റെ പേര് എനിക്കറിയാം. സുവാരസ് കമ്പനി, മെസ്സി, സുവാരസ്. പിന്നെയും കളഞ്ഞോടത്ത് കൊണ്ടുപോയി. പാസ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റാച്ചാവില്ല. കളിക്കാതെ കുറച്ച് ദിവസമായിട്ട് കളിക്കാത്ത കാരണം തോന്നുന്നു. എന്താ ഗോളൊന്നും അടിക്കാത്തത്. മെസ്സി ഗോൾ കീപ്പർ ടാക്കിൾ മെസ്സി ടാക്കിൾ ചെയ്ത്. ഇബ്രാഹിമോ ഗോളടിച്ചു. സുവാരസ് ഗോളടിച്ചു ഗൈസ്. എന്താ മെസ്സി, റൊണാൾഡോ, മെസ്സി കളഞ്ഞ് പോയേ. അവൻ ഉണ്ടായിട്ട് തന്നത് ഞാൻ അങ്ങനെ തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓള് തലയിലേക്ക് കൈക്ക് ഇങ്ങോട്ട് വെച്ച് തന്നു കൊടുത്ത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് ഒലിവേർഡോ അയ്യോ മോരാണോ അത്? എന്താ ഒരുപാട് മെസ്സി പിന്നെ മൂരാണ്. ജോറ മൂർ ഗോളടിച്ചത്. ഹാഫ് ടൈം 1-1 ഹാഫ് ടൈമിൽ 1-1. പക്ഷേ അവന്മാർ ഗോളടിച്ച്. ഞാൻ കുറച്ച് കേസും കളിക്കാതെ കാരണം തീരെ കൺട്രോൾ ശരിയാവുന്നില്ല. എന്താണ് അവന്മാർ ഗോള് 1-2. എന്താ ഞാൻ ഇപ്പം ചെയ്ത്? പക്ഷേ എന്താണ് ഞാൻ ഇപ്പം ചെയ്തത്? എന്താണ് ഞാൻ ഇപ്പം ചെയ്തത്? മോര് എന്താണെങ്കിലും എടുക്കടാ. ഇബ്രാഹിമൊക്കെ നീയാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡിലാണ് എടുക്കണേ. ഞാൻ തന്നെ ഒരു സ്ട്രൈക്കറെ ഡിഫെൻസീവ് മിഡ്ഫീൽഡിലാണ് എടുക്കണേ. കളിച്ച് എടുക്കുമ്പോൾ എനിക്ക് തന്നെ ഫിറ്റ്നസ് ഒക്കെ ഉള്ളതല്ലേ. സുവാരസ് എടുത്തിരിക്കുന്നു, റൊണാൾഡോക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇബ്രാഹിമോവിക് എന്ത് ഉയരാണല്ലേ. ഗോളടിച്ച് 2-2 ഗായ്സ്.
എന്തത് ഛേ സുവാരസ് ഓ സുവാരസ് പിന്നെ മിസ് പാസ് എന്താണ് നല്ല മിസ് പാസ് ആവും തന്നെ മെസ്സി ഓഫ് സൈഡ് എവിടെ അതെ അടിച്ച് തൊലച്ച് കളഞ്ഞല്ലോ എന്താണ് അടിച്ച് തൊലച്ച് കളഞ്ഞത് സുവാരസിനാണ് ഏകദേശം എപ്പോഴും നല്ല ബോൾ അടിക്കാൻ കുറെ കിട്ടുന്നത്. അവൻ എന്താണ് പിന്നെയും ബോൾ മെസ്സി സുവാരസ് പിന്നെയും റൊണാൾഡോ കിട്ടിയില്ല. മെസ്സി പിന്നെ ടിക്കറ്റാക്കിയാണ് ഞാൻ എപ്പോഴും ടിക്കറ്റാക്കി ഇങ്ങനെ കളിക്കുമ്പോൾ നല്ല ഇതാണ് ഒരു രസമാണ്. ക്ലിയറൻസ് ഇതെന്താ ഓക്കെ ഇബ്രാഹിമോവിക് സുവാരസ് ഗെയിം കഴിഞ്ഞിരിക്കുന്നു 2-2 ആണ്. അതായത് ഇതിൻ്റെ ഗ്ലോബൽ കപ്പിൻ്റെതായ കാരണം നമുക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണ്. ഗ്ലോബൽ കപ്പിൻ്റെതായ കാരണം മാച്ചായ കാരണം നമുക്ക് എക്സ്ട്രാ ടൈമിൽ പോയി ഒരു വിജയം വേണം. അത് കാരണം നമ്മൾ എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണ്. ഇതിലെങ്കിലും ഗോളടിക്കാൻ പറ്റും. എന്താണ് തീരെ കൺട്രോൾ ശരിയാവണം കേട്ടാ. ഗോളടിക്കും ഞാൻ പോയെടുത്ത് റൊണാൾഡോ കൊണ്ട് കളഞ്ഞല്ലോ. എന്താണ് അവൻ്റെയൊക്കെ ബോൾ എന്തോ മൂറ എന്താണ് റെഡ് കാർഡ് ഗൈസ് നമ്മുടെ ഡിഫൻഡറിന് റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നു. വിചാരിച്ചില്ല അങ്ങനെ റെഡ് കാർഡ് കിട്ടുമെന്ന്. എന്താണിത് റെഡ് കാർഡ് കിട്ടിയാണ് ഞാൻ മാറ്റിയാട്ടാ. എവിടേക്കാണ് അവിടെ ഇട്ടിട്ട് എന്നിട്ട് അങ്ങോട്ട് മാറ്റാൻ പറ്റിയ ആരെ പിൻവലിച്ചത് ശരി പറ്റിയ സതീശം പറ്റിയില്ലോ. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അതെ അവനെ പിൻവലിച്ചിട്ട് അതെ അവനെയും പിന്നടിക്കാം. തീരെ എനർജി ചെയ്യാം. രണ്ട് പ്ലേയേഴ്സിനെ പിൻവലിച്ചിരിക്കണം. കളി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ശരി ഗോളടിക്ക് മെസ്സി ഇതാണ് മെസ്സി ഇങ്ങനെ തന്നെ കളിക്കണം. സോ ഗായ്സ് ഇപ്പോൾ 3-2 ആയിരിക്കുന്നു. ഇനി കുറച്ച് 1-2 മിനിറ്റുകളെ കളിയുള്ളൂ. കളി ക്ലിയറായിരിക്കുന്നു. ഇത് എങ്ങനെയെങ്കിലും ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ട് ഇത് ഇതാക്കണം. സ്കോർ അവർക്ക് ഗോൾ അടിക്കാൻ നമുക്ക് ഡിഫെൻഡ് ചെയ്തത് എങ്ങനെയെങ്കിലും കളി എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ അത് കളി പോവുകയാണല്ലോ. എന്താണിത് കളി ഇങ്ങനെ പോയാൽ പോകും. ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയാൽ അതും പറ്റില്ല. എന്താണ് എന്താന്ന് വെച്ചാൽ റൊണാൾഡോൻ്റെ ഒക്കെ ബോൾ കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ വെച്ചൊക്കെ പോവുകയാണ്. റൊണാൾഡോൻ്റെ ഗോൾ അടിക്കാൻ പറ്റിയില്ല കേട്ടാ. റൊണാൾഡോക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അവന്മാരെന്തോ 2 സബ്മിഷൻ ചെയ്തല്ലോ. ഇതാണ് ആരൊക്കെയാണിപ്പോൾ എന്തോ കളി കഴിഞ്ഞിരിക്കുന്നു. മാൻ ഓഫ് ദ മാച്ച് മെസ്സിയാണ്. കളി കഴിഞ്ഞ് നമ്മൾ കളി ജയിച്ചിരിക്കുന്നു ഗായ്സ്. സോ മാൻ ഓഫ് ദ മാച്ച് എത്ര ഷോട്ട്സാണ്? 5 ഷോട്ട്. നമ്മുടെ അടുത്ത് 4 ഷോട്ട് ഉണ്ടാകുക. അവർക്ക് 2 ഷോട്ടാന്ന് പറഞ്ഞിട്ടും എന്നിട്ട് പിന്നെ കോർണേഴ്സ് കംപ്ലീറ്റ് ഭയങ്കര പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് ഒന്നും ആകെ ഒറ്റൊന്നും മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത
റൗണ്ട് 1 കഴിഞ്ഞെടുത്ത് ഗ്ലോബൽ കപ്പിൻ്റെ. ഇനി അടുത്ത റൗണ്ട് ഉണ്ടാവും. ഈ എല്ലാ ടീമുണ്ട്. കണ്ടല്ലോ, ബാർസലോണ ഉണ്ട്, എല്ലാ ടീമുണ്ട്. റൗണ്ട് 2 മാഞ്ചസ്റ്റർ ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, എവർട്ടൺ ഒക്കെ ഉണ്ട്. റിയൽ മാഡ്രിഡ് ഒക്കെ ഉണ്ട്. എല്ലാ ടീമും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ടീമാണ് ഇനി കളിക്കുക? പ്ലെയർ സെർച്ച്. മറഡോണ. മറഡോണ. ഞാൻ മറഡോണനെ മേടിക്കണം കേട്ടോ. എന്ത് 700 നമ്മളേക്ക് ആകെ 300. മറഡോണനെ മേടിക്കണം എന്തായാലും. അപ്പോൾ ഗായ്സ്, നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ കഴിയാണ്. ഇനി ഇതേപോലത്തുള്ള വേറെ ഗെയിംസിൻ്റെ വീഡിയോസിനും വേറെ PC ഗെയിംസും അങ്ങനെ ഇതുപോലത്തെയുള്ള ഗെയിംസൊക്കെ ഞാൻ ഇനിയും വരുന്നത്. അതിനു വേണ്ടി എൻ്റെ ചാനൽ ഇത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടത് ലൈക്കും ചെയ്യുക. സോ ഗായ്സ്, ബൈ ബൈ.